ദാവീദിന്റെ ജീവിതത്തിൽ നല്ല ദിവസങ്ങൾ വന്നിരിക്കുന്നു. എന്നാൽ ആ നല്ല ദിനങ്ങൾ വരുന്നതിന് മുൻപ് ഒരുപാട് വർഷങ്ങൾ ദാവീദിന് കഷ്ടതയിൽ കൂടി കടന്നു പോകേണ്ടതായി വന്നു. ഏകദേശം 17 വയസ്സുണ്ടായിരുന്ന സമയത്ത് ശമൂവേൽ പ്രവാചകൻ വന്ന് ദാവീദിനെ വിളിച്ച് ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. 17 വയസ്സുണ്ടായിരുന്ന സമയത്ത് രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദ് 13 വർഷങ്ങൾ അവന് കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. 13 വർഷത്തെ കാത്തിരിപ്പിൽ ദാവീദ് ഒരുപാട് ആപത്തുകളിൽ കൂടി പോയി, അപകടങ്ങളിൽ കൂടി പോയി, കഷ്ടതകളിൽ കൂടി പോയി, അപമാനങ്ങളിൽ കൂടി കടന്നുപോയി, പ്രതികൂലങ്ങളിൽ കൂടി, നിരാശയിൽ കൂടി പോയി. ഈ 13 വർഷക്കാലം തൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതയിൽ കൂടി വിശന്ന് വലയുന്നതായ സമയത്ത്, ജീവിക്കുവാൻ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത സമയം, ജീവൻ വാരിപ്പിടിച്ചുകൊണ്ട് ഓടിപ്പോകേണ്ടതായ സന്ദർഭങ്ങൾ, തൻ്റെ വീട്ടുകാരെയെല്ലാം ഉപേക്ഷിച്ചു പോകേണ്ടിയിരിക്കുന്ന സന്ദർഭങ്ങൾ, ഒറ്റയ്ക്കിരുന്ന് കരയേണ്ടതായ സന്ദർഭങ്ങൾ, ഇവയെല്ലാം തൻ്റെ ജീവിതത്തിലുണ്ടായി. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരുണ്ടോ? മാതാപിതാക്കളെ വിട്ട് അകന്നു നിൽക്കേണ്ടി വന്നവർ, കുടുംബമുണ്ടായിട്ടും ഭാര്യയെ പിരിഞ്ഞ് നിൽക്കേണ്ടതായിട്ട് വരുന്നു, ഭർത്താവിനെ പിരിഞ്ഞ് നിൽക്കേണ്ടതായിട്ട് വരുന്നു, മക്കളെ പിരിഞ്ഞ് നിൽക്കേണ്ടതായിട്ട് വരുന്നു. ജീവിതം നന്നായിരിക്കുമെന്ന് വിചാരിച്ചപ്പോൾ ഇന്നൊരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്തതായ സാഹചര്യം വന്നിരിക്കുന്നു. നല്ല വിദ്യാഭ്യാസമുണ്ടെങ്കിലും നല്ലൊരു ജോലി ലഭിക്കുന്നില്ല. ഒരു കാലത്ത് സമൃദ്ധിയായി ജീവിച്ചവരാണെന്നാൽ ഇന്ന് ഒരു വകയുമില്ലാതെ ജീവിക്കുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയുണ്ടായപ്പോൾ ഇത് താങ്ങുവാനായിട്ട് കഴിയുന്നില്ല. സാഹചര്യങ്ങൾ വളരെ മോശമാണ്, വളരെ ബുദ്ധിമുട്ടിലായിരിക്കുന്നു, വളരെ ഞെരുക്കത്തിലായിരിക്കുന്നു. ചില സമയത്തൊക്കെ എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്നുപോലും എനിക്ക് തോന്നുകയാണ്. ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടി നിങ്ങളിൽ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ശുഭവാർത്ത. ആ ശുഭവാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് മുമ്പായി ഇതേ വഴിയിൽ കൂടി ദാവീദ് പോയിരുന്നു. രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടതിൻ്റെ ശേഷവും ഒരുപാട് കഷ്ടതയിൽ കൂടി പോയി, കണ്ണുനീർ താഴ്വരയിൽ കൂടി പോയി, വിശപ്പും ദാഹവും അനുഭവിച്ചു, ഒരുപാട് ആപത്തുകളിൽ കൂടി പോയി, എല്ലാവരാലും തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടതായിട്ട് വന്നു, എല്ലാവരെയും വിട്ടകന്ന് ജീവിക്കേണ്ടതായ സ്ഥിതി വന്നു. ഇങ്ങനെ എത്ര കാലം? 1-2 വർഷങ്ങളല്ല, ഏകദേശം 13 വർഷങ്ങൾ. എന്നാൽ 13 സംവത്സരങ്ങൾ ആയതിനു ശേഷം ദൈവം അവൻ്റെ കഷ്ടതകൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുന്നതായ ദിവസം കൊടുക്കാനിടയായി. ദാവീദ് തൻ്റെ ജീവിതത്തിൽ 30-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചപ്പോൾ ദൈവം ദാവീദിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആരംഭിച്ചു. ആദ്യം ദൈവം അവനെ യഹൂദ രാജ്യത്തിൻ്റെ മേൽ രാജാവായിട്ട് നിയമിച്ചു. ദാവീദ് 7 വർഷക്കാലം യഹൂദ രാജ്യത്തിൻ്റെ മേൽ രാജഭരണം നടത്തിയതിന് ശേഷം 33 വർഷക്കാലം ഇസ്രായേൽ രാജ്യത്തിൻ്റെ മേൽ ഭരണം നടത്തുവാനായിട്ട് ദൈവം ദാവീദിനെ തിരഞ്ഞെടുക്കാനിടയായി. ദാവീദ് ഭരണം നടത്തിയതായ കാലഘട്ടം എല്ലാം കൂടി 40 വർഷങ്ങൾ. 40 എന്നത് സമ്പൂർണതയെയും പരിപൂർണതയെയും സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം. ദാവീദ് രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷം ഇസ്രായേൽ രാജ്യത്തിൻ്റെ മേൽ ഭരണം നടത്തേണ്ടതിന് വേണ്ടി ഏകദേശം 20 വർഷങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. എന്തുകൊണ്ടാണ് അത്രയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ പ്രതീക്ഷയോടെ ലഭിക്കാൻ കാത്തിരിക്കുന്നതായ അനുഗ്രഹങ്ങളെ അത് പ്രാപിക്കുവാൻ കഴിയാതെ എന്തുകൊണ്ടാണ് തടസ്സങ്ങൾ ഉണ്ടാകുന്നത്? നമ്മുടെ ഇടയിൽ പലർക്കുമുള്ള ഒരു ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മറുപടികൾ താമസിക്കുന്നത്? പ്രാർത്ഥിച്ച ഉടനെ തന്നെ മറുപടി തന്നുകൂടായോ? ചോദിച്ചാൽ ഉടൻ തന്നെ ജോലി തന്നുകൂടായോ? ചോദിച്ചാൽ ഉടൻ തന്നെ ഉദരഫലത്തെ തന്നുകൂടായോ? ചോദിച്ചാൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു ഗൃഹത്തെ തന്നുകൂടായോ? ചോദിച്ചാൽ ഉടൻ തന്നെ പ്രൊമോഷൻ കിട്ടിയാൽ, ചോദിച്ചാൽ ഉടൻ തന്നെ വിസ കിട്ടിയാൽ അത് നന്നായിരിക്കും. ആലോചിച്ച ഉടൻ തന്നെ വിവാഹം നടന്നാൽ നല്ലതല്ലേ? എന്തുകൊണ്ടാണ് ദൈവം ഇതൊക്കെ താമസിപ്പിക്കുന്നത്? താമസത്തിൻ്റെ കാരണം ഒന്നാമതായി നിന്റെ അനുസരണക്കേടാണ്. തടസ്സമുണ്ടാകുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം നിന്റെ അവിശ്വാസമാണ്. നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമുണ്ടാകുന്നതിൻ്റെ മൂന്നാമത്തെ കാരണം നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നെ ഒരു വിലയേറിയ പാഠം പഠിപ്പിക്കുവാനായി ശ്രമിക്കുകയാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, നിങ്ങൾ ജീവിതത്തിൽ സ്ഥിരപ്പെട്ട രീതിയിലായിരിക്കുന്നു. മകൻ വന്നിട്ട് ഒരു ദിവസം പറയാം, ഡാഡി എനിക്ക് നല്ല വില കൂടിയ ഒരു കാർ വാങ്ങിത്തരണമെന്ന്. അവൻ്റെ പ്രായം എത്രയാണ്? 12 വയസ്സാണ്. അവൻ എന്താണ് ആഗ്രഹിക്കുന്നത്? കാറ് വേണമെന്ന് പറയാണ്. കാറ് വാങ്ങിക്കൊടുക്കാനുള്ളതായ സാമ്പത്തിക ശേഷി നിനക്കുണ്ടോ? ഉണ്ട്. പണമുണ്ടോ? ഉണ്ട്. വാങ്ങിക്കൊടുക്കാനുള്ള മനസ്സുണ്ടോ? ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മകൻ്റെ കാർ വാങ്ങിക്കൊടുക്കുമോ ഇല്ലയോ?
എന്താണ് ബ്രദർ, എനിക്ക് തന്നെ ഒരു കാറില്ല, പിന്നാണോ മകന് വാങ്ങിക്കൊടുക്കുന്നത്? ശരി, നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾക്ക് നല്ല സാമ്പത്തിക ശേഷിയുണ്ട്, ഒരുപാട് പണമുണ്ട്. 12 വയസ്സുള്ള നിങ്ങളുടെ മകൻ വന്നിട്ട് കാർ വേണമെന്ന് പറയുന്നു. അത് വാങ്ങിക്കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി നിങ്ങൾക്കുണ്ട്, അത് വാങ്ങിക്കൊടുക്കാനുള്ള മനസ്സും നിങ്ങൾക്കുണ്ട്. എന്നാൽ ചോദ്യം ഇതാണ്, 12 വയസ്സുള്ള നിങ്ങളുടെ മകന് നിങ്ങൾ വാങ്ങിക്കൊടുക്കുമോ ഇല്ലയോ? കാർ വാങ്ങിക്കൊടുക്കുമോ? എന്തു പറയുന്നു? നിങ്ങളുടെ മകൻ ചോദിക്കുക, എന്തുകൊണ്ടാണ് വാങ്ങിത്തരാത്തത്? എന്നെ എന്തിനാണ്? ഡാഡിക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. എന്നോട് സ്നേഹമില്ലേ? ഒരുപാട് സ്നേഹമുണ്ട്. യഥാർത്ഥത്തിൽ എന്നോട് ഇഷ്ടമാണെങ്കിൽ, എന്നോട് സ്നേഹമാണെങ്കിൽ എനിക്കൊരു കാർ വാങ്ങി തന്നുകൂടായോ? എന്തുകൊണ്ടാണ് വാങ്ങിക്കൊടുക്കാത്തത്? അതിനുള്ള സമയം ആയില്ല. 12 വയസ്സ് പ്രായമുണ്ടായിരിക്കുമ്പോൾ അവന് കാർ ഓടിക്കുക എന്നത് ശരിയല്ല. കാരണം അതിന് തക്കതായ പ്രായം അവനില്ല, കാർ ഓടിക്കുവാനുള്ളതായ പരിശീലനവും അവനില്ല. ഒരുപക്ഷെ നിങ്ങൾ വാങ്ങിക്കൊടുത്താൽ എന്ത് സംഭവിക്കും? വലിയ അപകടത്തിലായിരിക്കും തീരുന്നത്. അതുകൊണ്ട് അവൻ മറ്റുള്ളവരെയും കൊല്ലും, തൻ്റെ പ്രാണനും അത് ഭീഷണിയായിത്തീരും. പ്രാണനെ പോലെ സ്നേഹിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യും? അത് വാങ്ങിക്കൊടുക്കുവാനുള്ളതായ സാമ്പത്തിക ശേഷി നിങ്ങൾക്കുണ്ടെങ്കിലും പറയും, മോനെ ഞാൻ വാങ്ങിത്തരാമടാ, നീ ഒന്ന് നിൽക്ക്. എപ്പോഴാണ് ഡാഡി എനിക്ക് വാങ്ങിത്തരുന്നത്? നിൽക്കടാ, ഞാൻ വാങ്ങിത്തരാമടാ, അതിനൊരു സമയമുണ്ടടാ. കാർ ഓടിക്കണമെങ്കിൽ അതിന് തക്കതായ ഒരു പ്രായം നിനക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ, അത് ഓടിക്കാനുള്ളതായ ഒരു അനുഭവ പരിചയം ഉണ്ടായിരിക്കുമ്പോൾ മാത്രമേ കാർ നിനക്ക് ഓടിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, ദൈവം നിങ്ങൾക്കൊരു കാര്യം നൽകണമെങ്കിൽ അത് പ്രാപിച്ചെടുക്കുവാനുള്ളതായ ഒരു അനുഭവ പരിചയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്കത് ആസ്വദിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവം നിനക്ക് തന്നിരിക്കുന്നതായ അനുഗ്രഹങ്ങളെ നിനക്ക് പ്രാപിച്ചെടുക്കണമെങ്കിൽ, നിനക്ക് ആസ്വദിക്കണമെങ്കിൽ, നിനക്ക് അതിന് തക്കതായ ഒരു അനുഭവ പരിചയം നീ പ്രാപിച്ചെടുക്കണം. ആ അനുഭവ പരിചയമില്ലാതെ ദൈവം നൽകുന്നതായ അനുഗ്രഹങ്ങൾ അനുഭവിക്കാനായിട്ട് നീ ശ്രമിച്ചാൽ അത് നിനക്ക് നിരാശയാകും, നിനക്ക് അപമാനം കൊണ്ടുവരും. ചെറിയ കുട്ടിക്ക് കാർ വാങ്ങിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ റോഡിൽ കാർ ഇറക്കിയാൽ വണ്ടി നിർത്തും, മറ്റുള്ള ആളുകൾ കടന്നു വന്ന് വഴക്കുണ്ടാക്കും. ആളുകളെ കൊല്ലാൻ വേണ്ടിയാണോ ഈ പ്രായത്തിൽ നീ കാറും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്? നിനക്ക് ബുദ്ധിയില്ലെങ്കിൽ നിന്റെ അപ്പന് ബുദ്ധിയില്ലേ? ഇങ്ങനെ ചോദിക്കില്ലേ? നിന്റെ അപ്പന് ബുദ്ധിയില്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ട് പ്രിയ സഹോദര, സഹോദരി, ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉടനെ തന്നെ നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട, നിങ്ങൾ ആകുലപ്പെടേണ്ട. എൻ്റെ ദൈവം മറുപടി നൽകുവാൻ മതിയായ ദൈവമാണ്. അവൻ കഴിവുള്ളവനാണ്, അവൻ മതിയായവനാണ്, നിന്നെ സ്നേഹിക്കുന്നവനാണ്, നിനക്ക് വേണ്ടി പ്രാണനെ തന്നവനാണ്, തൻ്റെ മകനെ തന്നെ നിനക്ക് വേണ്ടി ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തതായ പിതാവാണ്. എങ്കിലവൻ നിൻ്റെ ആവശ്യങ്ങൾ നൽകി തരികയില്ലേ? അതിനോടൊപ്പം അവൻ നൽകി തരികയില്ലേ? തീർച്ചയായിട്ടും തരും. എന്നാൽ അത് അനുഭവിക്കാൻ കഴിയുന്ന ഒരു ആത്മീയത നിനക്ക് ഉണ്ടോ എന്ന് നോക്കുക. അത് പ്രാപിച്ചെടുത്ത് അതിൽ ആസ്വദിക്കാൻ കഴിയുന്ന അനുഭവം നിനക്കുണ്ടോ? അതിപ്പോൾ നിനക്ക് കുറവായിരിക്കുന്നത് കൊണ്ടാണ് ദൈവം കുറച്ചു കാലം കൂടി കാത്തിരിക്കാൻ പറയുന്നത്. 17-ാമത്തെ വയസ്സിൽ ദാവീദിനെ ദൈവം രാജാവായിട്ട് അഭിഷേകം ചെയ്തു. എന്നാൽ രാജാവായിട്ട് ഭരണം നടത്താനുള്ള അറിവ് അവനുണ്ടോ? ഭരണകാര്യങ്ങൾ നോക്കി നടത്താനുള്ള അനുഭവ പരിചയമുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ദൈവം എന്താണ് ചെയ്തത്? ഒന്നാമതായിട്ട് ദൈവം ദാവീദിനെ സൈന്യത്തിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അതിൻ്റെ ശേഷം രാജാവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. അതിൻ്റെ ശേഷം രാജാവിൻ്റെ കൂടെ നടക്കാനുള്ളതായ അനുഭവ പരിചയം കൊടുത്തു. സൈന്യത്തോടൊപ്പം പോകാനുള്ള അനുഭവ പരിചയം കൊടുത്തു. ആദ്യം സൈന്യത്തിൽ ചേർന്നു, ആയുധവാഹകനായിട്ട് തീർന്നു, സൈന്യത്തോടൊപ്പം പോകാനുള്ള കൃപ കിട്ടി. അവനെ സൈന്യാധിപനാക്കി മാറ്റി, അവനെ ശതാധിപനാക്കി മാറ്റി. ഈ അനുഭവങ്ങളെല്ലാം അവനെ കൊടുത്തതിന് ശേഷം സിംഹാസനത്തിൽ അവനെ ഇരുത്തി. മനസ്സിലാകുന്നുണ്ടോ? ദൈവം നിനക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹത്തെ നിശ്ചയമായിട്ടും അവൻ തരും. എന്നാൽ അതിനെ അനുഭവിക്കുവാനുള്ളതായ ഒരു പരിചയം നിന്നിലുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് താമസം നേരിടുന്നത്. ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ നല്ലത്. ഇപ്പോൾ ദാവീദ് ഇസ്രായേൽ രാജ്യത്തിൻ്റെ മേൽ രാജാവായി സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? താൻ ആഗ്രഹിച്ചത്, താൻ പ്രതീക്ഷിച്ചത്, താൻ കാത്തിരുന്നതായ ദിവസം വരുവാനിടയായി. ദാവീദിൻ്റെ ജീവിതത്തിൽ താൻ പ്രതീക്ഷിച്ചിരുന്നത്, താൻ കാത്തിരുന്ന ആ ദിവസം വന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിലും ഒരു ദിവസം നീ പ്രതീക്ഷിക്കുന്ന നിന്റെ പ്രാർത്ഥനയ്ക്കുള്ളതായ മറുപടി ലഭിക്കുവാൻ ഇടയാകും. നീ ഒഴുക്കിയതായ കണ്ണുനീരിന് നിശ്ചയമായിട്ടും മറുപടി ദൈവം നൽകും.
അപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, ദേവദാസ അത് ദാവീദാകൊണ്ടാണ്, ദാവീദായിരിക്കുന്നതുകൊണ്ടാണ്, ദാവീദിൻ്റെ ജീവിതത്തിലായതുകൊണ്ട്. എന്താണ് എന്താണ് അത് ദാവീദാകൊണ്ട് മറുപടി ലഭിച്ചു. ഞാൻ അതുപോലെ ദാവീദല്ലല്ലോ ബ്രദറേ. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ദാവീദാകൊണ്ട് ദാവീദിന് മറുപടി കിട്ടിയെന്ന് പറയുന്നു, നീ ദാവീദല്ല എന്ന് പറയുന്നു. ശരി, ഞാനൊരു കാര്യം പറയട്ടെ. നീ ദാവീദാണോ അല്ലയോ അതൊക്കെ മാറ്റിവെക്കുക. ദാവീദ് സേവിച്ചതായ ദൈവത്തെ തന്നെയാണ് നീയും സേവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വാസ്തവം. ഏത് ദൈവത്തെയാണോ ദാവീദ് വിശ്വസിച്ചത് അതേ ദൈവത്തെ തന്നെയാണ് ഇന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത്. നീ ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണും. ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ അവൻ്റെ മഹത്വത്തെ കാണിക്കുവാനായിട്ട് നിനക്ക് ഒരുപാട് പഠിപ്പുണ്ടായിരിക്കേണ്ട ആവശ്യം ഇല്ല. ഒരുപാട് പേരും പ്രശസ്തിയുമുള്ള വ്യക്തിയാകണമെന്നില്ല. ഒരുപാട് സമ്പത്തുള്ള വ്യക്തിയാകണമെന്നില്ല. അറിവോ ധനമോ ജ്ഞാനമോ നിന്റെ കായിക ശക്തിയോ ഇതൊന്നും ആവശ്യമില്ല. അവനെ പ്രസാദിപ്പിക്കുന്ന ഒരു വിശ്വാസം നിന്റെ ഉള്ളത്തിൽ ഉണ്ടെങ്കിൽ ഇവരെല്ലാവരേക്കാൾ അധികമായ അനുഗ്രഹത്തെ നിനക്ക് നൽകുവാനായിട്ട് എൻ്റെ ദൈവം മതിയായവനാണ്. ഈ വിഷയത്തെ മറക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്യാനായി വിളിച്ചപ്പോൾ അവൻ എന്തു ചെയ്യുന്നവനായിരുന്നു? ഇംഗ്ലണ്ട് രാജ്യത്തിലുണ്ടായിരിക്കുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ PhD പഠിക്കുമായിരുന്നു? അല്ല. പിന്നെ എന്തു ചെയ്യുന്നവനായിരുന്നു? അവൻ ആടുകളെ മേയ്ക്കുന്നവൻ ആയിരുന്നു. സാധാരണപ്പെട്ട നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ആട്ടിടയന്മാർ എന്ന് വിളിക്കുന്നതായ ഒരു കൂട്ടരുണ്ട്. ആടുകളെ മേയ്ക്കും. ആടുകളെ മേയ്ച്ച് അവയുടെ കൂടെ നടക്കുന്ന ആ ഒരു പണി വളരെ എളിയ ഒരു ജോലിയായിട്ടാണ് കണക്കാക്കുന്നത്. ഞങ്ങളുടെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ നീ 10ാം ക്ലാസ്സിൽ പാസ്സാകാതിരുന്നാൽ 2-3 എരുമകളെ മേടിച്ച് അതിനെ മേയ്ക്കാനായിട്ട് ഞാൻ നിന്നെ വിട്ടേക്ക് നോക്കിക്കോ എന്ന് പറയുമായിരുന്നു. അത് അതിനേക്കാൾ താഴ്ന്ന ജോലി മറ്റൊന്നും തന്നെ ഇല്ലെന്നാണ്. ശ്രദ്ധിക്കൂ, അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ന് നമ്മുടെ നടുവിൽ അങ്ങനെയുള്ള വ്യക്തികളുണ്ടോ? ഞാൻ ചെയ്യുന്നതായ ജോലി വളരെ താഴ്ന്ന ഒരു ജോലിയാണ്, വളരെ താഴ്ന്ന ഒരു പോസ്റ്റാണ് എനിക്കുള്ളത്, അല്ലെങ്കിൽ ആരും ചെയ്യാത്ത പണിയാണ് ഞാൻ ചെയ്യുന്നത്, വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ പണിയാണത്, വീടുകളിൽ പണി ചെയ്യുന്ന വ്യക്തിയാണ്. എങ്കിൽ കേൾക്കുക, നിന്നെപ്പോലെ ദാവീദും വന്ന് എന്തു ചെയ്തിരുന്നു? ആടുകളെ മേയ്ക്കുന്ന വേല ചെയ്തിരുന്നു. ആട്ടിടയൻ. ദൈവത്തിൻ്റെ കണ്ണുകൾ ഒരു വ്യക്തിയുടെ മേൽ വീഴുവാൻ അവൻ്റെ സ്ഥിതി എത്ര വലുതാണെന്നൊന്നും ദൈവം നോക്കില്ല. ആരുടെ മേലാണോ അവൻ്റെ ദൃഷ്ടി പതിയുന്നത് അവർ മഹാഭാഗ്യവാന്മാരാണ്. ഇന്ന് നാം എല്ലാവരും ദൈവത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നമ്മുടെ മേൽ പതിഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവൻ്റെ സന്നിധിയിൽ വരാൻ കഴിയുന്നത്, അവൻ്റെ നാമത്തെ അറിയുവാൻ കഴിഞ്ഞത്, അവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നത്, അവനെ പൂർണ്ണ മനസ്സോടുകൂടി പിതാവേ എന്ന് വിളിക്കാൻ കഴിയും. നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവം എൻ്റെ പിതാവാകുന്നുവെന്ന്? വിശ്വസിക്കുന്നവർ കരമുയർത്തുക. എത്ര ഭാഗ്യകരമാണത്! പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുന്ന ഒരു ഭാഗ്യം നിങ്ങൾ നേടിയെടുത്തിരിക്കുന്നു. അതിൻ്റെ കാരണം അവൻ്റെ ദൃഷ്ടികൾ എൻ്റെയും നിങ്ങളുടെയും മേൽ വീണതുകൊണ്ടാണ്. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്! യഹോവ ദൈവമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അന്ന് ദാവീദ് ദൈവത്തിൻ്റെ കൃപയെ പ്രാപിച്ചെടുത്തു. ഇപ്പോൾ രാജാവായിട്ട് സിംഹാസനത്തിൽ അവൻ ഇരിക്കുകയാണ്. ഇവിടെ ഒരു വചനം അവനെക്കുറിച്ച് പറയുന്നുണ്ട്. യഹോവ അവന് 4 ദിക്കിലുമുള്ള ശത്രുക്കളുടെ മേൽ വിജയത്തെ കൊടുക്കുവാനിടയായി. അതുകൊണ്ട് അവൻ സമാധാനത്തോടുകൂടി തൻ്റെ രാജ കൊട്ടാരത്തിൽ, ദൈവമേ എൻ്റെ കഷ്ടതയെല്ലാം മാറിപ്പോയി. ഉറക്കമില്ലാത്ത രാത്രികൾക്ക് അവസാനമുണ്ടായിരിക്കുന്നു. ശൗലിനെ പിന്തുടർന്ന് കൊല്ലുവാനായിട്ട് ഭാവിച്ചു. ഇപ്പോൾ ശൗൽ മരിച്ചു പോയിരിക്കുന്നു. ഒരുപാട് ശത്രു രാജ്യങ്ങൾ എൻ്റെ നേരെ എഴുന്നേറ്റു. ദൈവം അവരെ എല്ലാവരെയും ഓടിച്ചു. ഇപ്പോൾ എനിക്കൊന്നും തന്നെ പേടിക്കുവാൻ ഇല്ല, യാതൊരു കുറവും ഇല്ല. എപ്പോഴാണോ ദാവീദിൻ്റെ ജീവിതത്തിൽ ഉന്നതമായ സ്ഥിതിയിൽ ഒരു രാജാവായിട്ട് സിംഹാസനത്തിൽ ഇരുന്നതായ സമയത്ത് എന്തു സംഭവിച്ചു? ചോദ്യം. ഒരു വ്യക്തിയുടെ ആത്മീയ സ്ഥിതി, ആത്മീയ സ്വഭാവം താൻ കഷ്ടതയിൽ കൂടി പ്രതികൂലത്തിൽ കൂടി
കടന്നു പോകുമ്പോഴാണ് അത് വെളിപ്പെട്ട് വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പരീക്ഷിക്കപ്പെടുമ്പോഴാണ് നിന്റെ യഥാർത്ഥ വിശ്വാസം വെളിപ്പെട്ട് വരുന്നത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് കഷ്ടതയിൽ കൂടി ബുദ്ധിമുട്ടിൽ കൂടി? ഇപ്പോൾ യഥാർത്ഥ ഭക്തിയാണോ അല്ലയോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? നിങ്ങൾ ആരാധനയ്ക്ക് വരുന്ന സമയത്ത് മഴ പെയ്യുകയാണെന്നിരിക്കട്ടെ, അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളിൽ വലിയ ഭക്തിയില്ലാത്ത ആളുകൾ പറയും, ഏതെങ്കിലും മഴ പെയ്യുകയല്ലേ, ഇന്ന് പോകണ്ട, അടുത്ത ആഴ്ച നോക്കാം. ടി വി ഒന്ന് ഓൺ ചെയ്യ്, അല്ലെങ്കിൽ യൂട്യൂബ് ഒന്ന് നോക്ക്, ലൈവിൽ കാണാമല്ലോ. എന്താണ് പറയുന്നത്? ലൈവിൽ നോക്കി ആരാധിക്കാമെന്ന്. അങ്ങനെയാണോ? സഹോദര സഹോദരി, കഷ്ടതയുണ്ടാകുമ്പോൾ, രോഗമുണ്ടാകുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, അപ്പോൾ നിന്റെ യഥാർത്ഥമായ ഭക്തി വെളിപ്പെട്ട് വരും. ഇത് ശരിയാണോ അല്ലയോ? ശരിയാണെന്ന് പറയുന്നവർ ഒന്ന് കരം ഇപ്പോൾ ഉയർത്താമോ? ശരി. രണ്ടാമത്തെ ചോദ്യം, ഇതിനു മുമ്പ് നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഒരു വ്യക്തിയുടെ യഥാർത്ഥമായ ആത്മീയത ആ വ്യക്തി കഷ്ടതയിൽ കൂടി ബുദ്ധിമുട്ടിൽ കൂടി ഞെരുക്കത്തിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോഴാണ് വെളിപ്പെട്ട് വരുന്നത്. രണ്ടാമതായിട്ട്, ഒരു വ്യക്തിയുടെ യഥാർത്ഥമായ ആത്മീയത എപ്പോൾ വെളിപ്പെട്ട് വരുമെന്നറിയാമോ? അവന് സമൃദ്ധി ഉണ്ടാകുമ്പോൾ. എപ്പോഴാണ്? സമൃദ്ധി ഉണ്ടാകുമ്പോൾ. ജോലി കിട്ടുന്നത് വരെയും കർത്താവേ കർത്താവേ കർത്താവേ, പകുതി ഞാൻ നിനക്ക് തന്നേക്കാം, ശമ്പളത്തിൻ്റെ പകുതി ദൈവവേലയ്ക്കായിട്ട് കൊടുക്കാം, ആദ്യത്തെ 3 മാസത്തെ ശമ്പളം ഞാൻ നിനക്ക് വേണ്ടി തന്നേക്കാം, കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ. എത്രയോ വാഗ്ദത്തങ്ങളാണ്. മകനെ നൽകണമേ കർത്താവേ, അവനെ നിൻ്റെ വേലയ്ക്കായി സമർപ്പിക്കാം. മകളെ നൽകണമേ കർത്താവേ, നിനക്ക് തന്നെ തന്നേക്കാം. എന്താണ്? മക്കളില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം പറയുന്നത്. എന്നാൽ ഒരു കുഞ്ഞു ജനിച്ചതിന് ശേഷം യഥാർത്ഥ സ്വഭാവം വെളിപ്പെട്ട് വരും. ശരിയല്ലേ? ജോലി ലഭിച്ചതിന് ശേഷം, പ്രമോഷൻ കിട്ടിയതിന് ശേഷം, ജോലിയിൽ നീ സ്ഥിരപ്പെട്ടതിന് ശേഷം, കർത്താവെ വ്യാപാരത്തെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ, 20% നൽകാം കർത്താവെ, 30% നൽകാം കർത്താവെ. ഇങ്ങനെ സാധാരണമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, വാഗ്ദത്തങ്ങൾ പറയാറുണ്ട്. എന്നാൽ കേൾക്കുക, ദൈവം നിന്നെ അനുഗ്രഹിച്ചതിന് ശേഷം, നിന്റെ ജീവിതത്തിലുള്ള കഷ്ടതകളെ തുടച്ചു മാറ്റിയതിനു ശേഷം നിനക്ക് സമൃദ്ധി ഉണ്ടാകുന്ന സമയത്ത്, അപ്പോഴാണ് നിന്റെ യഥാർത്ഥ ആത്മീയത വെളിയിൽ വരുന്നത്. ഉദാഹരണത്തിന്, ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടു. ശത്രുഭീതിയില്ല, കഷ്ടതകൾ ഒന്നുമില്ല, ഞെരുക്കമോ ബുദ്ധിമുട്ടോ ഇല്ല. സിംഹാസനത്തിലിരിക്കുകയാണ്. ഒരു വലിയ പട്ടണം തന്നെ പണിതു. ഒരു കാലത്തൊരു ആട്ടിടയൻ, എന്നാൽ ഇപ്പോഴോ രാജ്യത്തെ ഭരിക്കുന്ന രാജാവ്. എന്നാൽ ദൈവം തന്നെ ഉന്നതമായ സ്ഥാനത്തേക്ക് കൊണ്ടുപോയതിന് ശേഷം തൻ്റെ മനസ്സ് എവിടേക്ക് പോയി എന്നറിയാമോ? ദൈവത്തിൻ്റെ ചുറ്റും അവൻ്റെ മനസ്സുണ്ടായിരുന്നു. താൻ ഉന്നതമായ സിംഹാസനത്തിൽ തൻ്റെ കൊട്ടാരത്തിലിരിക്കുമ്പോൾ മനസ്സിലൊരുപാട് വേദനിച്ചു. എന്താണ് കർത്താവേ, ഒരു ആട്ടിടയനായിരുന്നതായ എന്നെ ഇതാ ഈ വലിയ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു, ഈ സിംഹാസനത്തിൽ എന്നെ ഇരുത്തിയിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പെട്ടകം കൂടാരത്തിലിരിക്കുകയാണ്. എനിക്കത് ഓർത്തിട്ട് സങ്കടം സഹിക്കവയ്യ. എനിക്ക് വളരെ സങ്കടം തോന്നുന്നു. താൻ അനുഗ്രഹം പ്രാപിച്ചതിന് ശേഷം ആരെക്കുറിച്ചാണ് വിചാരിച്ചത്? പറയുക. ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെപ്പറ്റി, ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സമാഗമന കൂടാരത്തെക്കുറിച്ച്. മറന്നുപോകരുത് പ്രിയ സഹോദര സഹോദരി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾ ദൈവത്തെക്കുറിച്ച് ആലോചിക്കുക, ദൈവത്തിൻ്റെ വേലയെക്കുറിച്ച് ആലോചിക്കുക, ദൈവത്തിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് ആലോചിക്കുക, ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച്, സഭയുടെ നടത്തിപ്പിനെക്കുറിച്ച് ആലോചിക്കുക. അതാണ് യഥാർത്ഥമായുള്ള ആത്മീയത. ദാവീദ് അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ താൻ എന്താണ് ചെയ്യുന്നത്? ദൈവത്തെപ്പറ്റി ആലോചിക്കുകയാണ്, ദൈവസന്നിധിയെപ്പറ്റി ആലോചിക്കുകയാണ്. ഞാൻ ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടു, എന്നാൽ ദൈവത്തിൻ്റെ പെട്ടകമോ ഇപ്പോൾ കൂടാരത്തിലാണ് ഇരിക്കുന്നത്. ഇത് ശരിയായതല്ല, ഇത് നല്ല കാര്യമല്ല. പ്രവാചകനെ, നാഥാൻ പ്രവാചകനെ വിളിപ്പിച്ചിട്ട് പറയുകയാണ്, കണ്ടോ, ഞാനാണെങ്കിലോ എന്താണ് ദേവദാരു കൊണ്ട് നിർമ്മിച്ചതായ കൊട്ടാരത്തിൽ, ഈ വലിയ രാജകൊട്ടാരത്തിലാണ് ഞാൻ താമസിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പെട്ടകമോ അത് കൂടാരത്തിൽ ആയിരിക്കുന്നു. അതോർത്ത് എനിക്ക് സമാധാനമില്ല. അത് കേട്ടപ്പോൾ നാഥാൻ പ്രവാചകൻ പറഞ്ഞു, യഹോവ നിന്നോട് കൂടെയുള്ളത് കൊണ്ട് നിന്റെ മനസ്സിൽ നീ വിചാരിക്കുന്നത് ചെയ്യുക എന്ന് പറഞ്ഞു. നോക്കുക, ഉന്നത സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടപ്പോഴും ദാവീദിൻ്റെ മനസ്സെല്ലാം
ദൈവത്തിൻ്റെ സന്നിധിയെപ്പറ്റിയായിരുന്നു, ദൈവിക വേലയെപ്പറ്റി, ദൈവത്തിൻ്റെ സമാഗമന കൂടാരത്തെപ്പറ്റി ആലോചിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ പ്രിയമകനെ, ഞാൻ നിന്നെ പ്രാണനെപ്പോലെ സ്നേഹിച്ചു, നിനക്ക് വേണ്ടി സകലതും ഒരുക്കി വച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ പ്രാപിച്ചെടുക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഒരുക്കമുള്ള വ്യക്തികൾ എത്ര പേരുണ്ടോന്ന് കരങ്ങൾ ഉയർത്താമോ? മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രാവശ്യവും നീ വളരെ വ്യക്തമായും സ്പഷ്ടമായും ഞങ്ങളോട് നീ സംസാരിക്കാനിടയാകുന്നുവല്ലോ. ദാവീദിൻ്റെ ജീവിതത്തെക്കുറിച്ച് എത്രയോ പാഠങ്ങളാണ് പഠിക്കുന്നത്. ദാവീദിനെ പോലെ ഞങ്ങൾക്കും ആ മനസ്സ് നൽകണമേ. അനുഗ്രഹിക്കപ്പെടും തോറും, ഉയർത്തപ്പെടും തോറും നിന്നെക്കുറിച്ച് തന്നെ ആലോചിക്കുന്ന, നിന്റെ രാജ്യത്തെപ്പറ്റി ചിന്തിക്കുന്നതായ, നിന്റെ വേലയെക്കുറിച്ച്, സുവിശേഷത്തെക്കുറിച്ച്, സാന്നിധ്യത്തെ പറ്റി ആലോചിക്കുന്നതായ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kokatpalli, Hyderabad 72.